ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഫേസ് നല്ലപോലെ ഗ്ലോ ആവാനും നിറം വയ്ക്കാനും സഹായിക്കുന്ന ഡോക്ടർ ദിവ്യ നായരുടെ ഒരു അടിപൊളി ഫേസ് സ്ക്രബും ഫേസ് പാക്കും ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. ഞാൻ ഈ ഒരു സ്ക്രബും ഫേസ് പാക്കും ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ചേഞ്ചാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ഫേസിലെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോയിട്ട് ഫേസ് നല്ലപോലെ ഗ്ലോ ആവാനും നിറം വയ്ക്കാനും പിന്നെ സ്കിൻ ടോൺ 1-2 ഷെയ്ഡ് വരെ കൂട്ടാൻ ഈ ഒരു സ്ക്രബും പാക്കും നമ്മളെ സഹായിക്കും. പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഫേസിലെ സൺ ടാൻ, പിഗ്മെൻറ്റേഷൻ, കറുത്ത പാടുകൾ, കറുത്ത കുത്തുകൾ അതൊന്ന് നല്ലപോലെ ഒന്ന് മാഞ്ഞു പോവാനും ഈ ഒരു പാക്ക് സ്ക്രബ് നമ്മൾ നല്ലപോലെ സഹായിക്കും കേട്ടോ. നമ്മുടെ അടുക്കളയിൽ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു പാക്ക് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടുന്നാലോ. ഈ സ്ക്രബിനായി ആദ്യം വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാനൊരു തക്കാളി മുറിച്ച് പകുതി മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തന്നെ 1 സ്പൂൺ തേനും കൂടി ഒഴിക്കാം കേട്ടോ. അപ്പം സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ടാണ് വന്ന് നിൽക്കണേ. നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. വെറ്റായിട്ടുള്ള ഫേസിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ വെച്ച് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ ഫേസിൽ റെഡ്നെസ്, ഇൻഫ്ലമേഷൻ അതുപോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ. തക്കാളി നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ, കറുത്ത കുത്തുകൾ ഇതൊക്കെ പോയിട്ട് നമ്മുടെ മുഖം നല്ലപോലെ നിറം വയ്ക്കാനും ബ്രൈറ്റ് ആവാനും നമ്മുടെ മുഖത്ത് സൺ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും തക്കാളി നല്ലതാട്ടോ. പിന്നെ പഞ്ചസാര എടുത്തിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ പഞ്ചസാര നല്ലൊരു സ്ക്രബ്ബറാണ്. അപ്പോൾ നമ്മുടെ മുഖം നല്ലപോലെ എക്സ്ഫോലിയേറ്റ് ആവാനും നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല സ്മൂത്തും അതുപോലെ നല്ല ഗ്ലോ ആവാനും പഞ്ചസാര നല്ലതാട്ടോ. പിന്നെ തേൻ നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളും കറുത്ത കുത്തുകളും പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറ്റി നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും അതുപോലെ നല്ല മോയ്സ്ചറായിട്ടിരിക്കാനും സഹായിക്കും കേട്ടോ. നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ സർക്കുലർ മോഷനായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ചുണ്ടിൻ്റെ ഈ ഒരു അടിഭാഗത്തും പിന്നെ മൂക്കിൻ്റെ ഈ 2 സൈഡും പിന്നെ നെറ്റിയുടെ ഈ ഒരു ഭാഗത്തും നമ്മൾ കുറച്ച് നേരമാണ് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അവിടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൂടുതൽ കണ്ടുവരുന്ന സ്ഥലമാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഓയിലി, ഡേർട്ട്, ബാക്ടീരിയ ഇതൊക്കെ ഒന്നിച്ച് കൂടുമ്പോഴാണ് നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലോണം സ്ക്രബ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് വരെ നമുക്ക് ടൊമാറ്റോസിന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ 2-3 മിനിറ്റ് വരെ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വാഷ് ചെയ്തിട്ട് വരാം. ഒരു പാക്ക് ഉണ്ടാക്കി കൊടുക്കാം. പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടതും ചെറുപയർ പൊടിയാണ്. ചെറുപയർ പൊടി നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷൻ, കറുത്ത പാടുകളൊക്കെ മാറാനും ചെറുപയർ പൊടി നല്ലതാണ് കേട്ടോ. പിന്നെ വേണ്ടത് കാപ്പിപ്പൊടിയാണ്. ഇത് നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ മാറി നമ്മുടെ സ്കിന്നൊന്ന് നല്ല മോയ്സ്ചറായിട്ടിരിക്കാനും നമ്മുടെ സ്കിന്നൊന്ന് നല്ല നിറം വയ്ക്കാനും കാപ്പിപ്പൊടി നല്ലതാണ് കേട്ടോ. പിന്നെ ഗ്ലിസറിൻ നമ്മുടെ ഫേസ് ഒന്ന് നല്ലപോലെ ഗ്ലോ ആയിട്ടിരിക്കാനും പിന്നെ ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിനിമൈസ് ആവാനും നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് തക്കാളിയുടെ നീര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ, കറുത്ത കുത്തുകൾ, പിഗ്മെൻറ്റേഷൻ, സൺ ടാൻ ഇതെല്ലാം മാറി നമ്മുടെ ഫേസ് ഒന്ന് നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കാനും ഫേസ് നല്ല നിറം വയ്ക്കാനും നല്ല ബ്രൈറ്റ് ആവാനും തക്കാളിയുടെ നീര് നല്ലതാണ് കേട്ടോ. അപ്പം പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് തന്നിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഫേസിന് നല്ലൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഫേസ് നല്ല പോലെ നിറം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഗ്ലോയും ആയിട്ടുണ്ട്. നമുക്കിത് ആഴ്ചയിൽ 2 വട്ടം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആഴ്ചയിൽ 1 വട്ടം മാത്രം സ്ക്രബ് യൂസ് ചെയ്താൽ മതി. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്ക്രബും പാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ചേഞ്ച് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകണം. അപ്പം ഈ ഒരു സ്ക്രബും പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു സ്ക്രബും ഫേസ് പാക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താ കിട്ടണമെന്ന് വെച്ചാൽ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിലായിരിക്കും ടാറ്റ.